നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ ടോപ്പ് ഓർഡറിലുള്ള ഈ പ്രശ്നങ്ങൾ ടീം മാനേജ്മെൻറ്റിനെ ഒരല്പം വറി ചെയ്യിക്കുന്നുണ്ട്. അവർ കൺസേൺഡ് ആണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ ടീമുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പോർട്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടോപ്പ് ഓർഡറിൽ ചെറിയ ആശങ്കയുണ്ട്. അപ്പം ശുഭൻ ഗില്ല് മാത്രമല്ല, സൂര്യകുമാർ യാദവും ഫോമിലല്ല. ഗില്ല് വൈസ് ക്യാപ്റ്റനാണ്. അപ്പോൾ അദ്ദേഹം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഫോം തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. എന്ന് പറയുമ്പോൾ ഗില്ലിനെ മാറ്റി നിർത്തി നേരെ സഞ്ജുവിനെ ഓപ്പണറാക്കുമെന്ന് നമുക്കിപ്പോൾ കരുതാൻ പറ്റില്ല. ഗില്ല് എത്രയും പെട്ടെന്ന് ആ ഒരു ഫോം തിരികെ പിടിക്കണം. അതിനുവേണ്ടി അദ്ദേഹത്തിന് ഇനിയും അവസരം കൊടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ സഞ്ജുവിനെ ഓപ്പണറാക്കി അഭിഷേക് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യിച്ച് നമ്പർ 3 ഗില്ലിനെ ഇറക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട്. അങ്ങനെ വന്നാൽ 2 വെടിക്കെട്ട് ഓപ്പണർമാരെ ലഭിക്കുകയും ചെയ്യും. നമ്പർ 3 വേണമെങ്കിൽ ഒരു ആങ്കർ റോളിൽ കളിക്കാൻ കെൽപ്പുള്ള ഒരാൾ, അത് മാച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് അതിൻ്റെ ആവശ്യമുള്ളൂ, അയാൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നാളത്തെ കളിയിൽ തന്നെ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ടീം ഇന്ത്യ പോകാൻ സാധ്യതയില്ല. കണ്ടീഷൻസ് എന്താണ്, അതനുസരിച്ച് മാത്രമേ മാറ്റത്തിന് സാധ്യതയുള്ളൂ. ഇപ്പോൾ നാളെ മൂന്നാമത്തെ T20 ആണ്. ആദ്യ മത്സരം നമ്മൾ ഗംഭീരമായിട്ട് വിജയിച്ചെങ്കിലും രണ്ടാമത്തെ മത്സരം നമ്മൾ കോംപ്രഹെൻസീവായിട്ട് തോറ്റു. അപ്പോൾ ഈ കളി ധരംശാലയിൽ നാളെ 7 മണിക്ക് നടക്കുമ്പോൾ ഈ പരമ്പര തിരികെ പിടിക്കണം. അതിനുവേണ്ടി വിജയിച്ചേ പറ്റൂ. വലിയ ഒരു മാറ്റത്തിലേക്ക് ടീം പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ അത്ര പ്രശ്നമുള്ളതായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഒരു വലിയ ഒരു ചേഞ്ച് നമ്മൾ കരുതണ്ട. ബാറ്റിംഗ് ഡെപ്ത്ത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ സ്പിൻ ഓപ്ഷൻ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ശിവൻ ദ്യൂബെ നമ്പർ 7 വരുന്നു. കഴിഞ്ഞ കളി നമ്പർ 8 ആയിരുന്നു. ഇനിയിപ്പോൾ അക്സർ പട്ടേൽ അവിടെ ഉണ്ട്. അദ്ദേഹത്തെ മാറ്റിയിട്ട് വേണമെങ്കിൽ കുൽദീപ് യാദവിനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ പക്ഷേ നമ്പർ 7 മാത്രമേ ബാറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. അതാണ് കുൽദീപിൻ്റെ എക്സലൻറ്റ് ബൗളിംഗ് റെക്കോർഡാണ്. അദ്ദേഹം 88 വിക്കറ്റുകൾ T20 എടുത്തിട്ടുള്ളത് 10-14 ആവറേജിലാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ലോങ് ടൈലായി പോകും. 4 പേരൊക്കെ ബാറ്റ് ചെയ്യാത്ത തരത്തിലുള്ളവരുണ്ടാകുന്നത് ടീമിന് തിരിച്ചടിയാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേയിങ് ലെവലിൽ വലിയ മാറ്റങ്ങൾക്ക് സ്കോപ്പില്ല എന്നർത്ഥം. അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഭിഷേക് ശർമ്മ, ശുഭൻ ഗില്ല്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ജിതേഷ് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, അക്സർ പട്ടേൽ, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ഒരു പക്ഷേ അൻഡ്രിക് നോർക്കിയയെ തിരികെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ലുത്തോ സിപ്പാമിലേക്ക് പകരം. അതുപോലെ തന്നെ സ്പിന്നർ സ്ലോട്ടിൽ അത് കേശവ് മഹാരാജോ ജോർജ് ലിൻഡെയോ എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്ലേയിങ് ലെവൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിൻഡൻ ഡി കോക്ക്, എയ്ഡൻ മാർക്രം, ട്രിസ്റ്റൻ സ്റ്റെപ്സോ, റീസ ഹെൻഡ്രിക്സോ ഒരാളുണ്ടാവും. ദെൻ ഡേവൽഡ് ബ്രെവിസ്, ഡേവിഡ് മില്ലർ, ഡൊണാവൻ ഫെരീര, മാർക്കോ യെൻസന്, ജോർജ് ലിൻഡെ ഓർ കേശവ് മഹാരാജ്, അതിലൊരാളെ കളിപ്പിക്കും. ദെൻ ലുങ്കി എങ്കിഡി ഓർ കോർബിൻ ബോഷ്, അത് എക്സ്ട്രാ ബാറ്റിംഗ് ഡെപ്ത് വേണോ എന്ന തീരുമാനം അനുസരിച്ചിരിക്കും. ദെൻ ഓട്ട്നെയിൽ ബാറ്റ്മാന് അൻഡ്രിക് നോർക്കിയ ഓർ ലുത്തോ സിപ്പാംല. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു 11. ഇപ്പോൾ ധരംശാലയിലെ ഒരു സ്വഭാവം വെച്ച് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പോൾ ചേസിങ് ടീമാണ് ഇവിടെ അധികം വിജയിച്ചിട്ടുള്ളത്. അവിടെ 5 മത്സരങ്ങൾ രാത്രിയിൽ നടന്നിട്ടുള്ള T20 മത്സരങ്ങൾ എടുത്താൽ 4ലും ചേസ് ചെയ്യുന്ന ടീമാണ് വിജയിച്ചിട്ടുള്ളത്. പിന്നെ കോൾഡ് ടെമ്പറേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ഡിജിറ്റിലൊക്കെയുള്ള ടെമ്പറേച്ചറാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഫാസ്റ്റ് ബൗളേഴ്സിന് അസിസ്റ്റൻസ് കൊടുക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്തായാലും ഈ കളി വിജയിച്ചേ പറ്റൂ. ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചൊന്നും എന്തായാലും ടീമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.